ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മലയാളി പ്രേക്ഷകർ ഏറെ ആകാംക്ഷപൂർവ്വം കാത്തിരുന്നൊരു സംഭവമുണ്ട്. ദൃശ്യം 3 മാത്രമല്ല, ഇന്ന് നമ്മുടെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ കാത്തിരുന്നൊരു സന്തോഷ വാർത്ത നമ്മളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാൻ പോകുന്നു ഗൈസ്. അതിൻ്റെ ഒരു അപ്ഡേറ്റും ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതൊരു സന്തോഷ വാർത്തയാണോ? തീർച്ചയായിട്ടും സന്തോഷ വാർത്തയാണ്. എന്നാൽ ഇതിലും കൂടുതൽ സന്തോഷം വരുന്ന ഒരു കാര്യം പറയട്ടെ. ഇനി നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്കും ഈ ഒരു ഷോയിൽ മത്സരിക്കാം. അതെങ്ങനെയാണെന്നല്ലേ, അതിനൊരു അഗ്നി പരീക്ഷയുണ്ട്. അഗ്നി പരീക്ഷണം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം സീസൺ 8 അല്ലെങ്കിൽ സീസൺ പോരാ, അത് പോരാ, ഇത് പോരാ, കണ്ടസ്റ്റന്റ് അങ്ങനെ എടുക്കുക ഇങ്ങനെ എടുക്കുന്നൊക്കെ നമ്മളൊക്കെ തന്നെയല്ലേ പറയുന്നേ. അപ്പോൾ അങ്ങനെ ബിഗ് ബോസ് ടീം അങ്ങോട്ട് തീരുമാനിച്ചു ഈ സീസൺ അങ്ങോട്ട് അടിച്ച് പൊളിക്കാനായിട്ട്. അതിനൊരു അഗ്നി പരീക്ഷ തന്നെ വെച്ചിട്ടുണ്ട്. അഗ്നി പരീക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം. അത് വിജയിച്ച് വരുന്നവർക്ക് ഷോയിൽ ഡയറക്റ്റ് എൻട്രിയാണ്. എങ്ങനെയാണ് എന്താണെന്നല്ല എല്ലാം നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെ കഴിഞ്ഞ സീസണിലെല്ലാം തന്നെ നിങ്ങൾ ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് തന്നത്. ഈ സീസണിൽ നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. നന്നായി കളിക്കുന്നവരെ നമ്മൾ അറ്റം വരെ സപ്പോർട്ട് ചെയ്യും. ഊടായ്പ കാണിക്കുന്നവരെ പൊക്കിയെടുത്ത് ഊടായ്പ നമ്മൾ തുറന്ന് കാണിക്കുകയും ചെയ്യും. അങ്ങനെ ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. അപ്പോൾ ചാനൽ ഇപ്പം തന്നെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക. സീസൺ വരാൻ പോവാണ്. അപ്പോൾ അഗ്നി പരീക്ഷണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ലാലേട്ടൻ അല്പസമയം മുമ്പ് ഒരു പ്രോമോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഏഷ്യാനെറ്റിലെ ഫസ്റ്റ് പ്രോമോ ആയിട്ടോ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 8 നമ്മൾ എത്ര നാളായി കാത്തിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് പ്രോമോ വന്നിരിക്കുകയാണ് ലാലേട്ടൻ്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ. രാവിലെ ദൃശ്യം കണ്ടു, കിടിലം. ഇപ്പോൾ നമ്മുടെ പ്രോമോ വന്നിരിക്കുകയാണ്. ഞാൻ ഭയങ്കര ഒഫീഷ്യലായിട്ടൊന്നും അല്ല കേട്ടോ ഇതിനെക്കുറിച്ച് പറയുന്നത്. നമ്മൾ ആ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന ആ സെൻസിൽ കണ്ടാൽ മതി. ഒരു അഗ്നി പരീക്ഷണം നടത്തുകയാണ്. ലാലേട്ടൻ്റെ പ്രോമോയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്ന ഒന്നെന്ന് പറയുന്നത്, നമ്മളൊക്കെ സാധാരണക്കാരാണ്, നമ്മളെ കൊണ്ടൊന്നും പറ്റൂലെന്നേ, നമുക്കൊന്നും അത് കയറാൻ പറ്റില്ലെന്നേ എന്നൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ ഒരുപാട് പേര് വരാറുണ്ട്. പലർക്കും ആഗ്രഹമുണ്ട് ബിഗ് ബോസിലേക്ക് കയറാൻ. കാരണം ഫെയിം കിട്ടും. പൈസ മാത്രമല്ല, മുമ്പൊക്കെ പൈസയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും അതിലൊരു മെജോറിറ്റി ആൾക്കാർ ഫെയിം നോക്കിയിട്ടാണ് ബിഗ് ബോസിലേക്ക് വരുന്നത്. അപ്പോൾ സാധാരണക്കാർക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. 1980 മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ നരേന്ദ്രനായി ലാലേട്ടൻ വന്നതും ഒരു പുതുമുഖമായിട്ടാണ്. പക്ഷേ ആ ലാലേട്ടനാണ് ഇന്ന് നമ്മുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായി മാറിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ലാലേട്ടനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വാക്കുകൾ ഇച്ചിരിയൊന്നും അല്ല ഉള്ളത്. പക്ഷേ അതൊക്കെ അടിക്കട്ടെ. അപ്പോൾ ആ ലാലേട്ടൻ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു കിടിലം പ്രോഗ്രാമാണ് ബിഗ് ബോസ്. ഏത് ഭാഷയിൽ, അന്യഭാഷയിലൊക്കെ വെച്ച് നോക്കുക, നമ്മുടെ മലയാളത്തിൽ ഒരുപാട് സാധാരണക്കാർക്ക് അവസരങ്ങൾ ഒരുപാട് കൊടുക്കാറുണ്ട്. ഒരു അഗ്നി പരീക്ഷണമാണ്. അപ്പോൾ ആ ഷോയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന, നന്നായിട്ട് വിജയിച്ച ആ ടാസ്കിലും കാര്യത്തിലൊക്കെ വിജയിച്ച് വരുന്നവർക്ക് ഡയറക്റ്റ് ഈ ഷോയിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. നമ്മളെപ്പോലെയുള്ള സാധാരണ ജനങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ ഒരു അവസരമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഷോയിലൂടെ മത്സരവേദി ഒരുങ്ങുന്നു. ഈ ബിഗ് ബോസ് അഗ്നി പരീക്ഷ വിജയിച്ച് താണ്ടി വരുന്നവർക്ക് അതിൻ്റെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡയറക്റ്റ് ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറാം. എന്ത് നല്ലൊരു അവസരമല്ലേ. നമ്മൾ ഈ പറഞ്ഞ പോലെ ബാക്കിൽ എന്താ പറയുക, മുമ്പൊക്കെ എന്ന് വെച്ചാൽ ബിഗ് ബോസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളവർക്കും സെലിബ്രിറ്റീസിനൊക്കെയാണ് കുറച്ചും കൂടി കൂടുതൽ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെ സാധാരണ ആൾക്കാർക്കും ഷോയിലേക്ക് വരാനായിട്ട് അവസരം ഒരുക്കുകയാണ്. അപ്പോൾ ഞാൻ സാധാരണക്കാരനാണ്, എനിക്ക് സപ്പോർട്ട് കിട്ടില്ല, എനിക്കതുണ്ടാവില്ല, എനിക്കത് പറ്റില്ല, ഷോയിലൊന്നും പോകാൻ പറ്റില്ല എന്നൊന്നും വിചാരിക്കേണ്ട. ലാലേട്ടൻ തന്നെ പറയുന്നു, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ 1980 നരേന്ദ്രനായിട്ട് ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടൻ ഒരു പുതുമുഖാണ്, സാധാരണക്കാരനാണ്. ആ ലാലേട്ടനാണ് ഇന്നിപ്പോൾ ലോകം മുഴുവനും അറിയപ്പെടുന്ന. അതേപോലെ സാധാരണക്കാർക്കും നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ, നിങ്ങളുടെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ജനങ്ങളുടെ മനസ്സിലേക്ക് കയറാൻ, നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു ഷോയാണത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളതിൽ കഴിവുള്ളവരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ടാസ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. ഷോ എന്ന് പറയുന്നതും നിസ്സാരമായിട്ടുള്ളതല്ലോ. അപ്പോൾ ടാസ്കുകളും കാര്യങ്ങളൊന്നും നിസ്സാരമായിരിക്കില്ല. ഒരു അഗ്നി പരീക്ഷണത്തിന് തന്നെ റെഡിയായി നിന്നോളൂ. എന്താണ് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു അപ്ഡേറ്റ് വരുന്ന ദിവസങ്ങളിൽ നമ്മളെ അറിയിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനലിലുണ്ടാവും. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കൊക്കെ അറിയാം. ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. മാക്സിമം സപ്പോർട്ട് നമ്മൾ ചെയ്യും. ഒരുപാട് സെലിബ്രിറ്റികളെയൊക്കെ കൊണ്ടുവരുന്നതിലും എത്രയോ നല്ലതാണ് സാധാരണക്കാരെ കൊണ്ടുവരുന്നത്. സെലിബ്രിറ്റീസൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് സീരിയൽ ആ ഒരു കാറ്റഗറിയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ തന്നെ ഉണ്ടല്ലോ, അതൊരു ഗ്യാങ്ങാണ്. പിന്നെ ഞങ്ങളൊരു പരദൂഷണം, നമുക്ക് തന്നെ ബോറടിക്കും. അതുകൊണ്ടൊക്കെയാണ് ഇവർ പുറത്തിറങ്ങുമ്പോൾ അത്രത്തോളം നെഗറ്റീവ്സ് വരുന്നത്. അവരുടെ ലൈഫും പിന്നീട് അങ്ങോട്ട് പോകും. അതിനും നല്ലത് സാധാരണക്കാരാകുമ്പോൾ ഇമേജ് നോക്കൂല, ഇമേജ് നോക്കാണ്ട് അങ്ങോട്ട് ഒറ്റക്കളിയാണ്. അങ്ങനെയുള്ളവരെയാണ് നമുക്ക് വേണ്ടത് അല്ലേ. അല്ലെങ്കിൽ പകുതി എത്തുമ്പോൾ ഷോ ബോറാണല്ലോ എന്ന് പറഞ്ഞ് ബോറടിച്ചിരിക്കും. അത് വേണ്ട. സീസൺ 8 അങ്ങനെയല്ല, കട്ട് ജ്വലിക്കും.
അത്തരമൊരു സീസൺ ആയിരിക്കും. അതിന് നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 8 വരാൻ പോവാണ് ഗൈസ്. അപ്പം കഴിഞ്ഞ സീസണിലൊക്കെ തന്ന സപ്പോർട്ട് ഈ സീസണിൽ ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഹോസ്റ്റ് നമ്മുടെ ലാലേട്ടൻ തന്നെയാണ്. ലാലേട്ടൻ ഇല്ലാണ്ട് എന്ത് ബിഗ് ബോസ് മലയാളം അല്ലേ. അപ്പോൾ കണ്ടസ്റ്റൻ്റ് ലിസ്റ്റ്, ലോഞ്ച് ഡേറ്റ്, എങ്ങനെയാണ് അഗ്നി പരീക്ഷണം നിങ്ങൾ നേരിടേണ്ടത് എന്നുള്ളതിൻ്റെ അപ്ഡേറ്റ് വരുന്ന ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ലാലേട്ടൻ്റെ ബർത്ത്ഡേ രാവിലെ ഞാൻ വിഷ് ചെയ്താണ്. ഒരിക്കൽ കൂടി ലാലേട്ടന് ഹാപ്പി ബർത്ത്ഡേ. അടിപൊളി. ഇനി ഒരുപാട് വർഷങ്ങൾ ഇതുപോലെ നമ്മളെല്ലാവരെയും രസിപ്പിച്ച് നമ്മളെല്ലാവരുടെയും ഇഷ്ടം നേടിക്കൊണ്ട് ലാലേട്ടൻ ഒരുപാട് കാലം നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. അങ്ങനെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. കൂടാതെ 2 സന്തോഷ വാർത്തയാണ്. ഒന്ന് ദൃശ്യം 3 കിഡിലായിരുന്നു. ദൃശ്യം 3 അതുപോലെ എന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ്. പക്ഷേ അങ്ങനെയൊന്നും അല്ല. ദൃശ്യം 3 ഇതാണ് സ്റ്റോറി, ഇങ്ങനെ തന്നെ വരണം എങ്കിലേ ദൃശ്യം 4 എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു ബേസ് ഇട്ടിട്ടാണ് പോയിരിക്കുന്നത്. മറ്റേത് നമ്മൾ കണ്ടല്ലോ, ബോഡിയും കത്തിഞ്ഞ് എല്ലാം കത്തിച്ചോളൂ, എല്ലാം കളഞ്ഞു. അപ്പോൾ പിന്നെ ഈ സീസൺ വരുമ്പോൾ എന്തെടുത്ത് ചെയ്യും, 3 എങ്ങനെ കൊണ്ടുവരും എന്നുള്ളതൊക്കെ ഞാൻ സീരിയസ്ലി ആലോചിച്ചു. ഈ 3 എങ്ങനെയായിരിക്കും വരിക, ദൃശ്യം 3 എന്ത് കൊണ്ടുവരാനാണ്. പക്ഷേ കിഡിലായിട്ട് ബേസ് ഇട്ടിട്ട് പോയിട്ടുണ്ട്. നെക്സ്റ്റ് സീസൺ ദൃശ്യം 4 അടുത്തത് വരുന്നത്. അടിപൊളിയായിട്ടുണ്ടാവുക. 3 അടിപൊളിയാണ്, ആരും മിസ്സാക്കാണ്ട് കാണാം. ബർത്ത്ഡേ ആയിട്ട് ലാലേട്ടൻ 2 ഗിഫ്റ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒന്ന് ദൃശ്യം 3യും മറ്റൊന്ന് ബിഗ് ബോസിലെ ഫസ്റ്റ് പ്രോമോ. നമ്മളെല്ലാവർക്കും സാധാരണക്കാർക്ക് പങ്കെടുക്കാനായിട്ട് ബിഗ് ബോസ് 8 എത്താനുള്ളൊരു ഗ്രാൻഡ് എൻട്രിയാണ്, അഗ്നി പരീക്ഷണമാണ്. അതിൽ വിജയിക്കുന്നവർ നമുക്കിനി സ്ക്രീനിൽ കാണാം അല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെയൊക്കെ എല്ലാവർക്കും